ഹലോ ഗൈസ് ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നടക്കാൻ പോകുമ്പം പ്രത്യേകിച്ച് ഇവിടെ ബാംഗ്ലൂർ നല്ല സുഖമാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ രാവിലെ നടക്കാൻ തന്നെ ഒരുപാട് പേരെ കാണാം. പിന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. ഒരു ലേക്കിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ഇവിടെ ഒരു പാർക്കുള്ളത്. അപ്പോൾ നൈസായിരുന്നു. അപ്പം രാവിലെ തന്നെ ഓൾമോസ്റ്റ് ഞാനൊരു 5000 സ്റ്റെപ്സ് നടന്നു. കാണിച്ചു തരാം. ഞാൻ സാധാരണ എനിക്ക് ഭയങ്കര മടിയാണ് ഇത് കാർഡിയോ ചെയ്യാനായിട്ട്. അപ്പം ഓൾമോസ്റ്റ് ഇപ്പം തന്നെ ഇത് 7400 സ്റ്റെപ്സായി. 7400 സ്റ്റെപ്സായി. അപ്പോൾ എനിക്ക് ഇനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവും. ഇപ്പം മനസ്സിലുള്ള ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 10,000 സ്റ്റെപ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചത്. അടുത്തൊരു ലേറ്റായിട്ടുള്ള ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ അങ്ങനെ എനിക്ക് കുറച്ച് ടൈമുണ്ട്. സോ ഇന്ന് വെപ്രാളപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. രാവിലെ തന്നെ ഒരു കോഫി ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് കുക്കിങ്ങാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 2 മണി 3 മണിയൊക്കെ ആവും. അപ്പം വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും താമസിക്കും. അതിന് പകരം ഇപ്പം കറി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചോറ് വാങ്ങിക്കൊണ്ട് വരിക, അല്ലെ ചോറ് വന്നിട്ടുണ്ടാക്കിയാലും മതി. ഫ്രഷായിട്ട് ചോറുണ്ടാക്കുന്നത് എനിക്കിഷ്ടം. വെച്ചിട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ല. ഫ്രഷായിട്ട് ചോറുണ്ടാക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ദാലുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ രാവിലെ അടുക്കളയിൽ കയറിയേക്കുക. അപ്പോൾ ദാലിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ബ്രെഡ് 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ പീനട്ട് ബട്ടർ തേക്കുക. കുറച്ച് ക്രിസ്പി ആയിരിക്കുന്ന ബ്രെഡാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പീനട്ട് ബട്ടർ സാൻഡ്വിച്ച് ആക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് കുറച്ചെടുക്കുക. പിന്നെ കുറച്ച് ചീസുണ്ട്, അതൊരു ചെറിയ സ്ലൈസ് അതിൻ്റെ കൂടെ കഴിക്കാനാണ് കാണിച്ചു തരാം. ാൻ പറ്റത്തില്ല. അപ്പം ഹോസ്റ്റൽ ലൈഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോസ്റ്റൽ ലൈഫിൽ നിന്നപ്പോഴാണ് ഇതെല്ലാം പഠിച്ചത്. കുക്കിംഗ് ആയാലും എൻ്റെ സ്വന്തം കാര്യം നിൽക്കാനായാലും അങ്ങനത്തുള്ള എല്ലാ കാര്യം. ഈ ഒരൊറ്റ സ്പൂണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇത്രയും മതി. ഇത് തന്നെ ആവശ്യത്തിൽ കൂടുതലാണ്. സോ ഇത്രയും മതി. ഈ ഒരു സ്പൂണിന് ആവശ്യത്തിൽ കൂടുതലാണ്. അത് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ഒരു ടോസ്റ്റിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും മൊത്തം എണ്ണയാണ്. എണ്ണയെക്കാളും കൂടുതൽ സപ്ലിമെൻറ്റ്സ് ഉള്ള ആളാണ് ഇവിടെ ഉള്ളത്. എനിക്കിപ്പോൾ അതിനകത്ത് 1 2 3 4 5 ഐറ്റമേ ഉള്ളെങ്കിൽ ബാക്കിയുള്ള 6-7 ഐറ്റം അവരുടെയാണ്. ലിവറിനുള്ളത്, ബ്രെയിൻ ഫങ്ഷനിങ്ങിനുള്ളത്, ഡൈജഷനുള്ളത്, പിന്നെ പനി ഡൈജഷൻ അങ്ങനത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിന് കൊടുക്കാനുള്ളത്. ഒരു പെറ്റെന്ന് പറയുന്ന സാധനം ഭയങ്കര കേട്ടോ. വയ്യാതായിക്കഴിഞ്ഞാൽ അവർക്ക് വയ്യാതായി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ, ഇനി നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ടൈമില്ല, ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് ഹോസ്പിറ്റലിനകത്തല്ല, അപ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ലെറ്റ്സ് ഗോ ദേർ. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഹോസ്പിറ്റൽ. ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വർക്ക് തീരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കാണാം. പോകാൻ വേണ്ടി ഇറങ്ങാൻ നേരത്തെ ഒരു കാര്യം അപ്പോൾ ഞാൻ എൻ്റെ സപ്ലിമെൻ്റ് എടുത്തില്ല എന്നുള്ളത്. സോ ഒരു മൾട്ടി വിറ്റമിൻ, പിന്നെ ഫിഷ് ഓയിൽ,
ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. മൾട്ടി വിറ്റമിനകത്ത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ഞാൻ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ എന്തായാലും ഇനി വർക്ക് കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 2 മണി ആവുന്നേ ഉള്ളൂ. 2 മണി ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ നേരെ വന്നു, ഫുഡ് റെഡിയാക്കി. ശരി, ഇന്നത്തെ ഫുഡ് എന്തുവാന്നുള്ളത്. അപ്പോൾ ലഞ്ച് ഇതാണ് ലഞ്ച്. കുറച്ച് ചോറുണ്ട്, കുറച്ച് അച്ചാർ, തക്കാളി അച്ചാർ, പിന്നെ കുറച്ച് ചിക്കൻ, പിന്നെ ദാല് ഇവിടെ റെഡിയാവുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇപ്പം അതൊരു പോസ്റ്റ് വർക്കൗട്ട് മീൽ പോലെയും കൂടിയാണ്. കാരണം ഇന്ന് ലെഗാണ് അടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് കാബ് കയറണം. അതുകൊണ്ട് ഇപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 4 മണി 4:30 ആകുമ്പം ബാക്കിയിരിക്കുന്ന 2 പീസ് ബ്രെഡും കൂടി ഞാനും കഴിക്കും. അപ്പോൾ കുറച്ചും കൂടി കാബ് കയറും. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു എനർജിയും പമ്പും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് ബാക്കി എടുക്കേണ്ട പ്രോട്ടീൻ ഇൻടേക്ക്, അത് വേ പ്രോട്ടീൻ ആണെങ്കിലോ അല്ലെങ്കിൽ മുട്ട വാങ്ങിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ തന്നെ വാങ്ങിച്ച് വേറെ പ്രിപ്പയർ ചെയ്യും. സോ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് വർക്കും കൂടി ഉണ്ട്, കഴിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വ്ലോഗ് ചെയ്ത് സമയം കളഞ്ഞില്ല. അപ്പോൾ വൈകിട്ട് നമുക്ക് ജിമ്മിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുമ്പോൾ കാണാം. ഓക്കെ. യോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ജിമ്മിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ക്യാമറ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പം അവനെ പോയി കണ്ടു, അവൻ്റെ നിന്ന് ക്യാമറ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പം റെഡി ആവണം വർക്കൗട്ടിന് വേണ്ടി. അതാണ് മെയിൻ പരിപാടി. സോ ഗോണ ടേക്ക് സം ക്രിയാറ്റിൻ. ഇതിപ്പം എനിക്ക് ഫ്ലേവേർഡ് ക്രിയാറ്റിനാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്രിയാറ്റിൻ ഞാനിപ്പം വർക്കൗട്ടിൻ്റെ കൂടെ അങ്ങ് കഴിക്കുക. അപ്പോൾ ഒരു ഡ്യൂറി വർക്കൗട്ട് കണക്ക് തന്നെ ഞാൻ അങ്ങ് കുടിക്കുക. ഫ്ലേവേർഡ് അല്ലേ, അപ്പം നമുക്ക് അധികം വെള്ളം കുടിക്കേണ്ടി വരത്തില്ല. സോ ഇന്ന് ലെഗ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ വർക്കൗട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ റെഡി ആവുകയാണ്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, സേഫ്റ്റി. ഇന്ന് കുറച്ച് ഹെവി ലെഗ് വർക്കൗട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ എത്രത്തോളം തിരക്കുണ്ടെന്ന് അറിയത്തില്ല. കൂടെ ഇന്ന് വർക്കൗട്ട് ചെയ്യാനും കുറച്ച് പേരുണ്ട്. സോ അവരെയും കൂടെ മാനേജ് ചെയ്യണം. അതിനിടയ്ക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു ജിം വ്ലോഗായിട്ട് കാണണ്ട, മൊത്തത്തിലൊരു ടോട്ടലോ ഓവറോളായിട്ടുള്ള വീഡിയോ ആയിട്ട് കണ്ടായിരുന്നു. Good evening. Or her, no, standing like this. കുറച്ചൊരു പേടി.
പമ്പ് കണ്ട സോ അടുത്തത് ആക്സ്കോട്ടാണ്. അത് ഞാൻ ഇട്ടേക്കുന്ന വെയിറ്റ് അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇന്ന് നോ കോംപ്രമൈസ്. സ്പ്ലിറ്റ് സ്ക്വാട്സ് നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കണ്ട നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഷൂ സ്ലിപ്പാകാൻ നോക്കണം. பாருங்க இல்லை இல்லை இது கீழே கொண்டு வாங்க. இவ்வளோதான் வரும் அது மேக்ஸிமம். அது கீழே போகாது. 2 3 4 5 come on 6 change 1 come on 2 come on 3 deep போட்டோம் 4 very good. இல்லை போட்டு 4 பேக் நல்லா இங்கே அப்படியே வச்சுப்பான். 5 கீழே 6 last one come on last one yes rest. இதான் എൻ്റെ ലാസ്റ്റ് സെറ്റ്. பாருங்க இவ்வளோதான் வரும். அது போகாது. അങ്ങനെ ഫൈനലി നമ്മൾ എക്സ്റ്റൻഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു മെഷീനകത്താണ് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ മസിൽസിന് നല്ല ഷേപ്പ് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ സ്ട്രയേഷൻസൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് മാക്സിമം കോൺസെൻട്രേറ്റ് അടിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും.
ഞാൻ ഇതിനകത്ത് ചെയ്യുമ്പം 2 രീതിയിലാണ് ഞാൻ. ഒന്ന് 2 ലെഗ് ഒരുമിച്ച് ചെയ്യും, പിന്നുള്ളത് ഓരോ ലെഗും സിംഗിൾ ആയിട്ട് ചെയ്യും. കാരണം ഈ കാലിൽ എനിക്ക് മസിൽ കുറവായതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യമേ ഒരു സെറ്റ് 2 കാലും വെച്ച് ചെയ്യും. പിന്നെ വെയിറ്റ് കുറച്ചിട്ട് സിംഗിൾ ലെഗ്. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് കാലൊരു പരിവായി കിട്ടും. ഇത് കണക്ക് തന്നെ 2 സെറ്റ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ ലെഗിൻ്റെ സ്ട്രൈഷൻസൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഫാറ്റ് ലോസും കൂടിയാണെങ്കിൽ നല്ലൊരു സ്ട്രൈഷൻ മനസ്സിലാവും. ഇന്നിപ്പോൾ ഞാൻ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചില്ല, കുറച്ചൊരു എനർജി ഡ്രോപ്പ് ഉണ്ട്, ടൈം കിട്ടിയില്ല, ലേറ്റായിപ്പോയി ഞാൻ വരാൻ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാഫ് റൈസസിൻ്റെ വേരിയേഷനും കൂടി ഉണ്ട്. ഗ്ലൂട്ട്സ് ഒരു ദിവസം കൂടി ചെയ്യാം. കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഗ്ലൂട്ട്സ് ചെയ്യാം. ഇവിടെ എന്തുവാ കണ്ടന്റ് ക്രിയേഷനോ? ചിലപ്പോഴേ പണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പ്രാന്തന്മാരെന്ന് വിളിക്കത്തില്ലേ, ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ, ഇപ്പൊ പേരൊക്കെ മാറ്റി കോണ്ടന്റ് ക്രിയേഷൻ. പിന്നെ ഈ കാല് വയ്യാത്തതുകൊണ്ട് ഞാനങ്ങനെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യാറൊന്നുമില്ല. നോർമലി ഈ കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യത്തൊന്നുമില്ല. നോർമലി എൻ്റെ ഇടത്തെ കാല് കുറച്ച് സ്ട്രോങ് ആണ്, വലത്തെ കാല് കുറച്ച് മസിൽസ് കുറവാന്നേ ഉള്ളൂ. ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെയിറ്റ് പുറത്തെടുക്കും, അത്രേ ഉള്ളൂ. ബട്ട് പുഷിങ് ദ ലിമിറ്റ് ഇസ് സെയിം. ഇതിനകത്ത് മസിൽസ് വരുന്നുണ്ട്. എന്താ ഇത് വെച്ച് കമ്പയർ ചെയ്യായിരുന്നു. അത് കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, കമ്പയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. Any competitions or not. If you are not going for a competition, you don't have to do all these protocols. Mostly you are doing a protocols of the bodybuilders. You don't have to do all that. Just have to feel free. You are doing the same thing for a longer period of time now. Doing the same thing? For a longer period of time. Now you started prep, you started cutting. It's almost past 2 months now. No, I started mid-July. Mid-July. Before I told you you were going for a very high deficit, right? That day I was telling. Yeah. So that is called mini cut. So that is a very high protocol. We don't follow that to everyone. That is a competition protocol. So for people who want to maintain the lifestyle with their routine, you don't have to give that much deficit. You just have to do smart tricks.
Small things can get like a lot of difference. That's the main thing. So you can understand. I'll explain to you all this. Go do your workout. സോ ഗൈസ്, അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി കാർഡിയോ കുറച്ച് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10,000 ഓൾമോസ്റ്റ് 11,000 സ്റ്റെപ്സ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇനി കാർഡിയോ ചെയ്യാൻ വയ്യ. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അതേ ഉള്ള ആകെ ഒരു പരിപാടി. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. യാ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് നല്ലൊന്ന് മഴ പെയ്തു. അപ്പം മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഞാൻ വന്ന് കയറിയത്. വരുന്ന വഴിക്ക് അടുത്ത 2 ആഴ്ചത്തേക്കുള്ള മുട്ടയും നാളത്തേക്കുള്ള ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ചെടുത്ത് ഇപ്പം റെഡിയാക്കണം. കാരണം എൻ്റെ ചിക്കൻ ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്നത് കുറച്ച് കുറവാണ്. ഞാൻ വിചാരിച്ചത് മുട്ട കഴിക്കാമെന്നാണ്, പക്ഷേ എന്തോ ഇത് ചിക്കൻ കുറവായതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റ് പോലെ. അപ്പോൾ എന്തായാലും കുറച്ച് ചിക്കൻ എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ എൻ്റെ ഫ്രിഡ്ജിനകത്ത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ പ്രോട്ടീനായിട്ടുള്ള ഫുഡുകൾ മാത്രമേ അതിനകത്ത് കാണാൻ പറ്റൂ. വേറെ ഒരു ഗ്രോസറീസ് അതിനകത്ത് കാണത്തില്ല. പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല ഫ്രിഡ്ജിനകത്ത്. ജസ്റ്റ് ചിക്കൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും, അതേപോലെ തന്നെ മുട്ട സ്റ്റോക്ക് ചെയ്യും, പിന്നെ ബ്രെഡ്, പിന്നെ അതിനകത്ത് എന്തോ ഉള്ളത്. പിന്നെ ഞാൻ ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്, ഗാർലിക്. ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞാത്തവരാണെന്നുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് യൂസിങ് ദിസ് ബിക്കോസ് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. പിന്നെ എന്തുവാ, ഈ കവർ നിറച്ച് മുട്ട, ഏകദേശം ഒരു ട്രേ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റാക്കപ്പ് ചെയ്യണം. സ്റ്റാക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെറ്റാക്കാം. അപ്പോൾ മുട്ട സ്റ്റാക്ക് ചെയ്യാൻ കാണിച്ചു തരാം. നമുക്ക് എണ്ണിക്കാം. അപ്പോൾ ഞാൻ സ്ഥിരം ചിക്കനും മുട്ടയൊക്കെ വാങ്ങിക്കുന്ന കട പോയി കുറച്ച് കമ്പനിയൊക്കെ അവർ സ്ഥിരം നമുക്ക് കുറച്ച് ഓഫർ പ്രൈസിനൊക്കെ തരും. ഏറ്റവും കൂടുതൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം. ഒരു ദിവസം ചിലപ്പോൾ പ്രപ്പിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ 1/2 കിലോ ഒക്കെ ചിക്കൻ കഴിക്കേണ്ടി വരും. മുട്ട ഏകദേശം 10-15 കഴിക്കേണ്ടി വരും ചില ദിവസം. ഞാൻ മുട്ട അധികം കഴിക്കാറില്ല, എനിക്ക് ഡൈജസ്റ്റ് ആവാൻ പാടാം. അതുകൊണ്ട് ഞാൻ മുട്ട കുറച്ചേ വാങ്ങിക്കത്തുള്ളൂ. ഇതിപ്പോൾ തന്നെ അതുകൊണ്ട് ഇതിപ്പം ഒരു 3 വെച്ച് ഒരു ദിവസം, അല്ലെങ്കിൽ മാക്സിമം 4 വെച്ച് ഒരു ദിവസം, അത്രയൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ കഴിക്കത്തില്ല. കൂടുതൽ ഞാൻ ചിക്കനാണ് കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ കുറച്ചെടുത്ത് എയർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നുണ്ടെങ്കിൽ എനിക്ക് റിക്കവറി ആവാൻ പാടാണ്. അത് പ്രത്യേകിച്ച് ഞാൻ കാബ്സും കുറച്ച് ലോഡ് ചെയ്യും. അപ്പം ബാക്കിയുള്ള ദിവസം കുറച്ച് കാബ് കുറവാണെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും പോസ്റ്റ് വർക്കൗട്ടായിട്ടും ലെഗ് ഡേ എന്ന് കുറച്ച് നല്ല കാബ് കൊടുക്കും. ഇതുണ്ട്, തൈര് കുറച്ച് ഒഴിച്ച് മാരിനേറ്റ് ചെയ്യുക, കുറച്ച് ഉപ്പ്, മയത്തിന് ഒക്കെ ചെയ്ത് വരുന്ന സമയത്താണ് എനിക്ക് വയ്യാതാവുന്നത്. മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. നല്ല രീതിയിൽ ട്രാക്കൊക്കെ ചെയ്ത് വന്ന് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും വയ്യാതാവുന്നത്. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് വയ്യാത്ത സമയത്ത് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കത്തില്ല. കാരണം വയ്യാതായി കഴിഞ്ഞാൽ ആരും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു സാധനം ഇവിടെ ഒറ്റയ്ക്ക് വയ്യാതാവാതിരിക്കാൻ വേണ്ടിയാണ്. വയ്യാതായി കഴിഞ്ഞാൽ ആരും നോക്കാനില്ല. ഇടയ്ക്ക് ആ മൈക്കിൻ്റെ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നു. സോ എയർ ഫ്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതൊരു 10-15 മിനിറ്റ് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ടൈമറുള്ള എയർ ഫ്രയർ ആണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സംഭവം സെറ്റ്. $15 minutes സംഭവം സെറ്റ്. അപ്പം വേറെന്താ പറയാനുള്ളത്? ചോറ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പണിയിടിച്ച് കിടപ്പിലായിപ്പോയി. അതിനകത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് 1 വീക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിനകത്ത് എനിക്ക് ഒട്ടും വയ്യെങ്കിൽ മാത്രമേ ഞാൻ റെസ്റ്റ് എടുക്കത്തുള്ളൂ. അതെൻ്റെ ഒരു ശീലമാണ്. അപ്പം ഒട്ടും വയ്യായിരുന്നു. എനിക്ക് മനസ്സിലായി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കിടപ്പിലാവും. അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ മൺഡേ മാത്രമാണ് വർക്കൗട്ട് ചെയ്തത്. ബാക്കി എല്ലാ ദിവസവും ഞാൻ റെസ്റ്റ് എടുത്തു. പിന്നെ സൺഡേ ജസ്റ്റ് പോയി ഒരു ഷൂട്ട് ഉണ്ടായിരുന്നത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ
ഇന്നലെയാണ് പോയി മര്യാദയ്ക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ചെസ്റ്റ് ഇപ്പോഴും നല്ല പെയിനുണ്ട്. അപ്പോൾ അതിനർത്ഥം എൻ്റെ ബോഡി റിക്കവർ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നു. സോ അതുകൊണ്ട് ഫുഡ് കുറച്ചും കൂടി ഒന്ന് കൊടുക്കണം. സോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം മൊത്തം റൊട്ടീനും കണ്ടല്ലോ. ഇതാണ് എൻ്റെ ഡെയിലി ലൈഫ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പം ടൈം 9 മണിയായി. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെയാണ് ഞാൻ വന്നേക്കുന്നത്. സാധാരണ 9:30 ആകുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ വർക്കൗട്ട് നീണ്ടു പോകും, ചിലപ്പോൾ നേരത്തെ വരും. പിന്നെ വന്ന് ഇത് കണക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കാണും. പ്രിപ്പയർ ചെയ്ത് അത് കഴിഞ്ഞ് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് വേണം ഇതെല്ലാം എഡിറ്റിങ്ങിന് ഇരിക്കാനായിട്ട്. ഡെയിലി വീഡിയോസ് വരാത്തത് ഞാൻ അത്രയ്ക്കും ടൈം എടുത്താണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാനൊരു എഡിറ്റിംഗ് എക്സ്പേർട്ടൊന്നുമല്ല, നോക്കുന്നില്ല. പക്ഷേ യൂട്യൂബിൽ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരുണ്ട്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ ആൾക്കാരും എൻ്റെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസിനകത്ത് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ ഫോർ ദി ഇൻഫർമേഷൻ. മേ ബി ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കുറച്ചും കൂടി ട്രെൻഡിനനുസരിച്ചായിരിക്കും പോകാൻ ചാൻസ്. ബിക്കോസ് ഇൻസ്റ്റഗ്രാം അതാണ്, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റാണ് കൂടുതൽ വേണ്ടത്. ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ യൂട്യൂബിൽ കുത്തിയിരുന്ന് കാണും. ബിക്കോസ് പീപ്പിൾ നോ ദറ്റ് ദേ നീഡ് ദ ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി എസ്റ്റാബ്ലിഷ്ഡ് ഡീറ്റെയിൽഡ് വീഡിയോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്ന സീരീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിൽ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക. ബിഗിനേഴ്സ്, ഇൻ്റർമീഡിയറ്റ്, പ്രെപ്പ്, ഇത് മൂന്നും കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ വീഡിയോസ് വരാൻ പോകുന്നത്. അതിനകത്ത് ഫിറ്റ്നസ്സും കാണും, ബോഡി ബിൽഡിങ് കാണും, ഈ രണ്ടും കാണും. അതേപോലെ തന്നെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ബിക്കോസ് ഐ എം ഡൂയിങ് സംതിങ് ബിഗ്. അത് ഞാൻ അനൗൺസ് ചെയ്യുന്ന ഒരു ഡിസംബർ ടൈം, എൻ്റെ ബർത്ത്ഡേക്ക് ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും മിസ് ചെയ്തോ? ഐ തിങ്ക് ഐ മിസ് മൈ ഫാമിലി. അതുകൊണ്ട് ഞാൻ ഉടനെ നാട്ടിലോട്ട് പോകുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് തിരിച്ചൊന്ന് ട്രാക്ക് ചെയ്യണമെന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ഒരു 100 days ചാലഞ്ചോ എന്തെങ്കിലും ഒരു ചാലഞ്ചുമായിട്ട് വരുന്നതായിരിക്കും, ടു ബി ഇൻ ദ ട്രാക്ക്. ആ ട്രാക്ക് പോകുന്നവരെ തിരിച്ച് നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഓണമൊക്കെ ഇല്ലേ, നാട്ടിൽ പോകണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണത്തിന് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം നമ്മളുടെ ട്രാക്കിലേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചാലഞ്ച് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നാട്ടിൽ പോകുമ്പോൾ ചിലപ്പം എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവരുടെ കൂടെ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി വെരി ഇൻഫോർമേറ്റീവ്. കാരണം ടോപ്പ് നോച്ച് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. സോ അവരൊക്കെ ആയിട്ട് മാക്സിമം നമുക്കൊരു കൊളാബ് വീഡിയോസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കാം. പിന്നെന്താ ഉള്ളത്? അപ്പോൾ അത്രയുള്ള ഗൈസ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മിസ് സംതിങ്. ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മേ ബി നോക്കാം, ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബിക്കോസ് ദ അപ്കമിങ് വീഡിയോസ് വിൽ ബി മച്ച് മോർ പ്ലാൻഡ് വേർഷൻസ്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്കമിങ് വീഡിയോസ് വിൽ ബി മച്ച് മോർ പ്ലാൻ വേർഷൻ. ഇതെന്ന് പറയുന്നത് എൻ്റെ ജസ്റ്റ് ഒരു നേരമ്പോക്കിന് വേണ്ടി ഞാൻ എടുക്കുന്ന വ്ളോഗ്സായിട്ട് കണ്ടാൽ മതി. ഇതൊന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള വേർഷൻസിനകത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇൻഫർമേഷൻ കുത്തിക്കയറ്റാൻ ഞാൻ ശ്രമിക്കും. സോ അതുകൊണ്ട് തന്നെ പ്ലാൻഡ് വേർഷൻസ് ആർ കമ്മിങ് അപ്പ് ബിക്കോസ് ഐ നീഡ് സമ്മൺ ടു ടേക്ക് മൈ വീഡിയോസ് ആൻഡ് ഐ വാണ്ട് സമ്മൺ ടു ബി ഇൻ ദ വീഡിയോ വിത്ത് മീ. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പം ഓക്കെ, ബൈ ഗൈസ്. ഞാൻ പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കട്ടെ. ബൈ.